ഡോക്ടർ ഭാർഗവൻ പിള്ള, BHMS. BHMS? അത് ഏത് നക്ഷത്ര? അതെ, ഡോക്ടറാണോ അലോപ്പതി ആണെന്നും അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ആവശ്യമില്ല. പേരും നക്ഷത്രം മാത്രം കണ്ട് പറഞ്ഞാൽ മതി. തിരുവാതിരയല്ലേ നക്ഷത്രം? വഴിപാട് എന്താച്ചാ പറയാ. ശത്രു സംഹാര പൂജ. ഈശ്വര, ആ മനുഷ്യന് ശത്രുക്കളോ? എന്താ സുബലക്ഷ്മി ഇത്? മേന്നറിയാഞ്ഞിട്ടാ. സാധുക്കൾക്ക് ഇക്കാലത്ത് ശത്രുക്കള്. എന്നാലും നമ്മുടെ ഹോമിയോ ഡോക്ടറൊക്കെ ഉണ്ടാവോ? ആ നടക്കട്ടെ നടക്കട്ടെ. ദേവി, എന്റെ സങ്കടം കേൾക്കണം. ഭർത്താവ് ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ചെയ്യുന്ന ജോലിക്ക് കൂലി വാങ്ങാൻ അറിയാത്ത ആള് ഡോക്ടർ ആയാലെന്ത്, കറവക്കാരനായാലെന്ത്? പിന്നെ അദ്ദേഹത്തെ മാത്രം കുറ്റം പറയുന്നത് ശരിയല്ല. നല്ല രീതിയിൽ അസുഖമുള്ള ഒരാളെ ഈ നാട്ടിൽ കാണാനുമില്ല. മറ്റു ഡോക്ടർമാരുടെ ഭാര്യമാരൊക്കെ അന്തസ്സായിട്ട് നടക്കണ കാണുമ്പോ ഈ നെഞ്ചിടിക്ക്. ദേവി, നീ ഇതൊന്നും കാണുന്നില്ലേ? എന്റെ പ്രാർത്ഥനയായിട്ട് അവിടെ നിന്ന് പരിഭവിക്കൊന്നും വേണ്ട. ഇനിയിപ്പോ അവിടെ നിന്ന് വല്ല ഹാർട്ട് അറ്റാക്കോ ക്യാൻസറോ ഒക്കെ ഈ നാട്ടുകാർക്ക് ഉണ്ടാക്കിയിട്ടും ഫലമൊന്നുമില്ല. അവര് പട്ടണത്തിൽ നല്ല നല്ല ഡോക്ടർമാരെ തിരക്കി പോവും. അതുകൊണ്ട് അവിടെ നിന്ന് കണ്ണടച്ചിട്ട് ഒരു പാവം ഹോമിയോ ഡോക്ടർക്ക് കുടുംബത്തിന് അല്ലലില്ലാതെ ജീവിക്കാൻ. വിട്ടുമാറാത്ത ചുമയോ വാദസംബന്ധമായ രോഗങ്ങളോ എന്താന്ന് വച്ചാ ഈ ഉള്ളവൾക്ക് സന്തോഷാവും. ശ്വാസം കിട്ടാതായിരിക്കണു. ശേഖരേട്ടോ, നമ്മളെ മരിച്ചുപോയ പണിക്കരുടെ ഭാര്യയ്ക്ക് വലി വിളകിന്ന്. നേത്രാത്ത ദാക്ഷായണിയമ്മ മഞ്ഞന്റെയാ. കരിയില കൂട്ടി തീയിട്ട് കാഞ്ഞാ മതി, മാറിക്കൊള്ളു. കരിയിലിട്ടേ ചേട്ടനാദ്യം വെള്ളം തിളപ്പിച്ചു കൊടുക്കി. ഈ ചുമന്ന് പറട്ടെ. ഇത്രയും ദൂരം ഞാൻ വെപ്രാളം പിടിച്ച് വന്നേ ഈ ഉപദേശം കേൾക്കാൻ വേണ്ടിയൊന്നുമില്ല. ആ ചക്കര വിളിച്ച് വണ്ടി എടുക്കാൻ പറയുന്നു. ഉണ്ടാ എന്താ രാജപ്പാ? എടാ സുധി, നീ ഒന്ന് പെട്ടെന്ന് വന്നേ. നീ വണ്ടി പോകാൻ മേപ്രാത്തൊക്കെ ഇട്ടെ, അത്യാവശ്യമാണ്. വാ, നിങ്ങൾ നീ റെഡിയായി വരുമ്പോഴേ അവരെ മേലോട്ട് എടുക്കും. നീ വണ്ടി എടുത്തേ. മോളെ താക്കോലി താക്കോലി. അതെ, എങ്ങനെയാ? വിട്ടോ വിട്ടോ വിട്ടോ. അവിടെ പുറത്തേക്ക് എടുത്തോ, വണ്ടി എത്തി. റിവേഴ്സ് റിവേഴ്സ്. എല്ലാവരും എന്താണ് നീ നോക്കിക്കണത്? വണ്ടി എടുക്കടാ. നീ എന്താ കളി കണ്ടിക്കണ? എടാ ഓട്ടോ വണ്ടി എടുക്കാൻ. നോക്കി നിക്കല്ലേ, വണ്ടി എടുക്കാൻ വണ്ടി വലിച്ചു. ദാക്ഷായണിയമ്മ കയറിയിട്ടില്ല. ദാക്ഷായണിയമ്മ കയറിയില്ലേ? അയ്യോ, ചേച്ചി പലക്ക് തന്നെ ഇരിക്കണ. ആരെങ്കിലും മരിക്കാൻ കിടക്കുമ്പോ വരുന്ന വണ്ടി കയറാൻ നേരത്തുള്ള ആക്രമണം. ചേച്ചി ചേച്ചി ഒന്ന് പൊന്നി തന്നെ. എടാ, നേരെ ഹോമിയോ ഡോക്ടറെ വീട്ടിലേക്ക് ഇട്ടോട്ടാ. ആ മിഠായി ഗുളിക കാണുമ്പോ തന്നെ ഈ മിഠ മാറിക്കോളൂ. ചേച്ചി ഇത്ര വിളയും കൂട്ടിട്ടെ. സുധി ലൈറ്റ് ഇട്ടോ. ഇവിടെ 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 അവിടെ ഡോക്ടറെ ഡോക്ടറെ. ചേച്ചി ഡോക്ടറല്ലേ? കേറി വാ. എന്റെ ദേവി. ഭാർഗവേട്ടാ, 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 ഭാർഗവേട്ടാ. ഈ
മനുഷ്യ ഇത് ഇവിടെ പോയി കിടക്കുന്നു. ഭാർഗവേട്ടാ, അച്ഛനെ കണ്ടോടാ? ഇല്ല. അയ്യോ, അച്ഛനും മക്കളും കണക്കാ. ഭാർഗവേട്ടാ, 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 10 വെളുപ്പിന് പോയി കിടന്ന് തല തല്ലി കരഞ്ഞിട്ടോ 5-6 വീട്ടുമുറ്റത്ത് എത്തിക്കാൻ കഴിഞ്ഞത്. അപ്പോഴാ ഇവിടെ ഒരു ഒളിച്ചു കളി. ഭാർഗവേട്ടാ, ഞാൻ ദേ ഇവിടെ നിൽപ്പുണ്ട്. നീ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട്. എനിക്ക് നിന്നെ പൊരിച്ചു തിന്നാനോ നിന്റെ മുട്ടയെടുത്ത് പുഴുങ്ങി തിന്നാനോ അല്ല. നിന്റെ ഇടതേ കാലിന്റെ ഞരമ്പിലെ എന്തോ ഒരു കുഴപ്പം ഞാൻ കാണുന്നുണ്ട്. അതെ, ഞാനും ഒരു കുഴപ്പം കാണുന്നുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ തലയ്ക്കാ. സുബ്ബലക്ഷ്മി നമ്മുടെ കോഴിയുടെയാ. ഒന്ന് നിർത്തുന്നുണ്ടോ? അവിടെ പേഷ്യൻസ് വന്നിരിക്കുമ്പോഴാ. എന്താ പറഞ്ഞേ? അവിടെ പേഷ്യൻസ് വന്നിരിക്കുന്നു. പേഷ്യൻസോ? അതെ, അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട്. ഈശ്വരന്മാരെ, അറിയാതെ ഒരു മുള്ളു പോലും ആരുടെയും കാലിൽ കൊള്ളരുതേ എന്ന് ദിവസവും 2 നേരം മുടങ്ങാതെ അപേക്ഷിച്ചിട്ടും നീ എന്റെ പ്രാർത്ഥന തള്ളിയില്ലേ? അതെ, തള്ളി. കാരണം എന്റെ പ്രാർത്ഥന ഇവിടെ ആരെങ്കിലും കേൾക്കണമല്ലോ. വാ മനുഷ്യ. ആ കോഴി കോഴി ദാക്ഷാണിയമ്മ ഇരുന്നാട്ടെ. ഇരിക്കൂ അമ്മേ, ഇരിക്കിരിക്കി. ഇരിക്കൂ. സാരല്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. മാവേലി വന്ന പോലെ വല്ലപ്പോഴും വന്നിരുന്ന പലിവാണേ. ഇപ്പൊ ലോൺ അടക്കാത്ത ബാങ്കിൽ നിന്ന് ഇടക്കിടക്ക് ആഫീസർമാര് വന്ന പോലെയാണ് വന്നത്. ജപ്തി ഒട്ടും നടക്കണമില്ല. ആ, എന്താ പേര് പറഞ്ഞേ? ഡോക്ടർക്ക് എന്നെ മനസ്സിലായില്ലേ? ഉവ്വ് മനസ്സിലായി, അതുകൊണ്ടാ ചോദിച്ചത്. എന്താ പേര് പറഞ്ഞേ? ഞാൻ രായപ്പൻ. ആ, രാജപ്പൻ കുറച്ച് അങ്ങോട്ട് നീങ്ങി നിന്നോളൂ. അല്പം കൂടി ശ്വാസം വലിച്ചു വിടൂട്ടോ. ഇനിയും വലിച്ചു വിട്ടാ ഉള്ളതും കൂടി പോട്ടാ. ഹോ, വായു ഒന്ന് തുറന്നോളൂ. ആ, വായു ഒന്ന് തുറക്കൂ. കഷ്ടം, നേരം വെളുത്തിട്ട് തള്ള വാ പൂട്ടിട്ടില്ല. ഇനിയും തുറക്കാൻ പറഞ്ഞാലേ അടക്കൂലട്ടാ. അതാ സാധനം. നമസ്കാരം. ഈ മുറിന്ന് നീ പുറത്തു പോണോ അതോ ഞാൻ പുറത്തു പോണോ? പെട്ടെന്ന് ഉത്തരം പറയണമെന്നില്ല. അതുവരെ ഞാൻ ഇവിടെ ഇരുന്നോളാം. ഞാൻ പോണല്ലേ നല്ലത്. ആ, ഓക്കെ, അതാണല്ലോ എന്റെ ശരി. എന്താ ചെയ്യ? വന്നല്ല. 3 നേരം മുടങ്ങാതെ കഴിക്കണം. ഇപ്പൊ ഭേദം തോന്നുന്നില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ വന്ന എല്ലാം ഭേദാവുന്നു. നടക്ക്. അത് ശരിയാ, പക്ഷെ രാജപ്പനെ ഡോക്ടർക്ക് പിടിച്ചില്ല. അല്ലേലും ആരോഗ്യമുള്ള ആൾക്കാരാ ഡോക്ടർമാർക്ക് പണ്ടേ ഇഷ്ടമല്ലല്ലോ. അല്ലേ ദാക്ഷാണിയമ്മേ? ദാക്ഷാണിയമ്മേ, രാജപ്പൻ കൈ പിടിക്കുന്ന എനിക്ക് തീരെ ഇഷ്ടമല്ല. വിശാലം, നീ പിടിച്ച രാജപ്പനെ പണ്ട് എനിക്ക് ഇഷ്ടമില്ലാന്ന് നിനക്ക് അറിഞ്ഞൂടാ? ആഹാ, ദേ തള്ളേ അവിടെ നിന്ന്. അതെ, തള്ള കൊള്ളാല. ഊത്ത് മിഴിഞ്ഞിട്ടേ എന്നും പറഞ്ഞ് ബില്ല് പോലെ കട്ടിലുമ്പോ കണ്ടപ്പോഴേ ആരും ഉണ്ടായില്ലല്ലോ. അന്നേരം ഈ രായപ്പം വേണമായിരുന്നല്ലേ. ഇപ്പൊ രായപ്പം വെറും കറി വേപ്പല. ഒന്ന് അടങ്ങി രാജപ്പ, അമ്മ വെറുതെ തമാശ പറഞ്ഞതല്ലേ? ഞാൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. നീ നടക്കടി. നടക്ക്. തള്ളേ, വാവും മഞ്ഞൊക്കെ ഇനിയും വരുവട്ടാ. അപ്പോഴേ രാജപ്പന് ഈ ചുറ്റോട്ടത്തൊക്കെ തന്നെ ഉണ്ടാവേ. വിളിക്കാനേ ആളാഴ്ചക്ക്. ഇനി എന്റെ മുഖത്തോക്കി വാ പൊളിച്ചാണ്ടല്ല അണ്ണാക്കിലെ ഓലപ്പടക്കം വെച്ച് പൊട്ടിക്കും. അല്ലേലും ഈ ഭൂമിയിൽ വലിവുള്ള ഒറ്റ വിശ്വസിക്കാൻ പറ്റൂല.